ഈ പറ്റിച്ചതിന് കിട്ടാൻ പോകുന്ന അനിവാര്യമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥ ഫേസ് ചെയ്യാൻ എന്താ മടി? എത്ര ആളുകളെ ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം പ്രഖ്യാപനം നടത്തിയില്ലേ? ഈ പിപ്പിടി കാണിച്ച് ഭയപ്പെടുത്തണ്ട. എന്താ വീട്ടിലുള്ള ആളുകളെ മുഴുവൻ തന്നെ ആക്ഷേപിക്കാമെന്നാണോ? എന്തെല്ലാമായിരുന്നു ഗോകോബിളി ഈ നിയമസഭക്കകത്ത് നടത്തിയിരിക്കുന്നതല്ലേ? ഇപ്പൊ അതായ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പൊ എന്തേ വായില്ലാക്കുന്ന അപ്പരാകുകയും പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗത്തിനടുത്ത് വെച്ച് വാവിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും നരേന്ദ്രമോദിയെ പോയി കണ്ടിട്ട് കരഞ്ഞു തൊടുകേണ്ടിയിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിത്തീരുമ്പോ നിങ്ങൾ വാസ്തവത്തിൽ ചെയ്തു കൂട്ടിയത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന മഹാപാതകമാണ്. ഇവിടെ മറിയക്കുട്ടി ഇരിക്കുന്നുണ്ടാവില്ലേ? എത്ര ആളുകൾ നിങ്ങൾ അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ച് ഈ സംസ്ഥാനത്ത് കേസിൽ കൊടുക്കാത്ത ആരെങ്കിലും ഒരാൾ ബാക്കിയിട്ടോ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരനിര്യാതന ബുദ്ധിയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ആവർത്തിക്കാൻ, വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധിയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ കേസ് കൊടുക്കിയിട്ടുണ്ട് അല്ലേ? എത്ര ആളുകൾ നിങ്ങൾ ശാരീരികമായി എന്താ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും നിങ്ങൾ അടിച്ചൊതുക്കിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്തത് പിന്നീട് കൊടുത്തത് ഗുഡ് എൻട്രിയാണ് കൊടുത്തത് അല്ലേ? ഗുഡ് എൻട്രിയല്ലേ കൊടുത്തത്? ഞാനിപ്പോ പറയാണ്, എന്നെങ്കിലും ഒരു കാലത്ത് ഇവിടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ സർവീസിലുണ്ടെങ്കിൽ നാളെ ഈ ഭരണം തൂത്തെറിയപ്പെടുകയാണെങ്കിൽ വരുന്ന ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നറിയോ? ഈ ഗുഡ് എൻട്രി കിട്ടിയിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പിരിച്ചുവിടണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പിരിച്ചുവിടണവരെ ഒരു ദയവുമില്ലാതെ പിരിച്ചുവിടണം. കാരണം പോലീസല്ല, പാർട്ടിക്കാരനായാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിക്കാരൻ മാത്രമല്ല, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുമായി ബന്ധമുള്ള സിൽബന്ധികളുടെയും വേട്ടപ്പട്ടിയുടെ സ്വഭാവത്തിലേക്ക് പോലീസ് സംവിധാനത്തെ പോലും മാറ്റി തീർത്തവർക്ക് ഇപ്പോ അന്വേഷണം വരുമ്പോ അത് മറ്റു രീതിയിൽ എന്താ പറയുക, പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ്, വ്യക്തിപരമായി ദ്രോഹിക്കാനാണ് എന്ന് നിലവിളിക്കേണ്ടി വരുമ്പോൾ ഒറ്റൊരു പോയിന്റ് കൂടി ഞാൻ പറയേണ്ടി വരുമ്പോഴാണ് കോടിയേരി എത്ര ആർജവത്തിലാണ് പറഞ്ഞത്. അത് മകന്റെ വിഷയമാണ്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനവും കൂടി ഞാൻ ഒഴിയുകയാണ്. അത് പക്ഷേ അദ്ദേഹം പറയുമ്പോൾ അത് ക്യാൻസർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാരകമായിരിക്കുന്ന അസുഖത്തിന്റെ പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ അതിനെ എന്താ പറയാ, അത് ലഘൂകരിക്കാവുന്ന ഒരു വാദം മാത്രമേ ഉള്ളൂ. പക്ഷേ ധാർമ്മിക ബോധമുള്ള ഒരു എന്താ പറയാ, ഒരു പാർട്ടി നേതാവെന്നതിന്റെ അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലെ? ഈ മാറി നിൽക്കാൻ കാണിച്ചിരിക്കുന്ന മര്യാദയുണ്ടോ ജനാധിപത്യത്തിനകത്ത്? മാന്യതയുണ്ട്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ കാണിക്കുന്ന സത്യസന്ധതയുണ്ട്. ആ സത്യയുടെ ഒരു അംശം പോലും കാണിക്കാതെ വാവിട്ട് നിലവിളിക്കുകയാണ് കേരളത്തിലെ പാർലമെന്ററി പാർട്ടി. ഈ പാർലമെന്ററി പാർട്ടിക്കകത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പോലെ നിർത്തിയ മുഴുവൻ ആളുകളെയും ആ മുഴുവൻ ആളുകളും ഈ പറയുന്ന നിയമസഭക്കകത്ത് വന്നപ്പോൾ ചെയ്തത് എന്താ? അവരെല്ലാവരും തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈമുട്ടുകയും അല്ലാത്തവർ സംസാരിക്കുമ്പോൾ റോറിംഗ് അലർച്ചയുണ്ടാക്കിയിട്ട് ബഹളത്തിൽ മുങ്ങിയിട്ട് ചർച്ചയും സംവാദങ്ങളും അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഷൗട്ടിംഗ് ബ്രിഗേഡ്സ്, ഞാനൊരു തവണ ഇതിനകത്ത് പറഞ്ഞതാണ്, ഷൗട്ടിംഗ് ബ്രിഗേഡ്സ് മാത്രമായിട്ട് നിങ്ങൾ മാറുകയാണ്. ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഈ കേരളത്തെ ജനവിരുദ്ധത്തിന്റെ പാതയിൽ കൊണ്ടുപോയി കെട്ടാതിരുന്നിട്ടുള്ളത്? അങ്ങനെ കെട്ടാതിരിക്കുന്നതിനും സ്വാഭാവികമായിരിക്കുന്ന ഒരു കൂലി ഉണ്ടല്ലോ, കൂലി. ആ കൂലി കൃത്യമായും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഫേസ് ചെയ്യേണ്ടി വരും. അത് ഹിസ്റ്ററിയുടെ ഒരു നീതിയാണ്, അത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണത്. ആ കാവ്യനീതി ഉണ്ടാകുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും അറിയോ? ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്, കോടിയേരിയുടെ കുടുംബം ഏറ്റവും ആത്മാർത്ഥമായി എന്താ പറയാ, ഹൃദയം തുറന്ന് ചിരിക്കുന്നുണ്ടാവും ഇപ്പം. കാരണം ആ മനുഷ്യനെ മരിച്ചപ്പോൾ പോലും അപമാനിക്കല്ലേ ചെയ്തത്. അത് ഞങ്ങൾ ഇവിടെ ചർച്ച നടത്തിയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ ചരിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാവിധ എന്താ പറയാ അപരിഷ്കൃതമായ മാനസികാവസ്ഥയ്ക്കും ചരിത്രം നൽകുന്ന മനോഹരമായിരിക്കുന്ന ഒരു തിരിച്ചടി, അത് ജനാധിപത്യപരമായ ഒരവസ്ഥയിൽ നിയമത്തിലൂടെ ലഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഇയാളും കുടുംബവും ഫേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത്.